അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തുടങ്ങുന്ന നാടൻ ഓടിൽ നിന്നാണ്. അല്ല ദാ ഈ കാണുന്ന സെറാമിക് ഓടുകൾ വരുന്നു. ഈ സെറാമിക് കോട്ടിങ് കാരണമാണ് ഈ പ്രൊഡക്റ്റിനെ സെറാമിക് ഓട് എന്ന് വിളിക്കാൻ കാരണം. കോൺക്രീറ്റ് ഓടുകൾ നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും. കോൺക്രീറ്റ് ഓടുകൾ, ഷിംഗിൾസ് എന്ന് പറഞ്ഞാൽ തന്നെ പലരുടെയും നെറ്റി ഒളിയും. അതാണ് ദാ ഈ കാണുന്ന സ്റ്റോൺ കോട്ടർ റൂഫ് ടൈൽ. ഞാനായിരുന്നു അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. MFP എന്ന് പറയും, നാനോ സെറാമിക് റൂഫ് ടൈൽ. അത് പ്ലാസ്റ്റിക് പ്രൊഡക്റ്റ്, അതായത് UPVC പ്രൊഡക്റ്റ് തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. നമസ്കാരം. നമ്മളെ ഒരു 4 വർഷം മുമ്പ് ഞാൻ തുടങ്ങിയ കാലത്താണ് റൂഫിംഗ് മെറ്റീരിയലുകളെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് ഞാൻ ചെയ്തത്, എനിക്ക് തോന്നുന്നു, റൂഫിംഗ് മെറ്റീരിയലുകൾ ഒന്ന് നമ്മുടെ നാടനോട്, പിന്നെ ഒന്ന് സെറാമിക്കോട്, പിന്നെ ഒന്ന് ഷിംഗിൾസ്, ഇത്രയായിരുന്നു ചെയ്തു എന്ന് തോന്നുന്നത്. ഇന്ന് അതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നു, ഒത്തിരി പുതിയ പ്രൊഡക്റ്റുകൾ ആഡ് ഓൺ ചെയ്യപ്പെട്ടു. അപ്പോൾ അങ്ങനെ റൂഫിംഗ് ടൈലുകളെക്കുറിച്ച് ഇന്ന് പുതിയൊരു വീഡിയോ ചെയ്യാൻ പല പ്രാവശ്യമായിട്ട് കഴിഞ്ഞൊരു ഒരു വർഷമായിട്ട് പലരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന റൂഫിംഗ് ടൈലുകളെ കുറിച്ചാണ്. അത് പ്രധാനമായിട്ടും നമ്മുടെ ആദ്യം പറഞ്ഞ നാടനോട്, ദെൻ 2 സെറാമിക്കോട്, പിന്നെ വരുന്ന നമ്മുടെ കോൺക്രീറ്റോട്, പിന്നെ ഷിംഗിൾസ്, സ്റ്റോൺ കോട്ടർ റൂഫ് ടൈൽ, 6ാമത്തത് നാനോ സെറാമിക് റൂഫ് ടൈൽ. നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഈ പ്രൊഡക്റ്റുകളെ കുറിച്ചാണ്. വളരെ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്റീരിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ നാടൻ ഓടിൽ നിന്ന് തുടങ്ങാം. നമ്മളെല്ലാവരും ഈ നാടനിൽ അഭിരമിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് ഭയങ്കര അഭിമാനമാണ്, നാടനാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് പറയാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തുടങ്ങുന്ന നാടൻ ഓടിൽ നിന്നാണ്, അല്ലെങ്കിൽ നമ്മുടെ നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന ക്ലേ റൂഫ് ടൈലിൽ നിന്നാണ്. നമ്മൾ നേരത്തെ നമ്മുടെ നാട്ടിലൊക്കെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന, തൃശ്ശൂരൊക്കെ ധാരാളം സ്ഥലങ്ങളിൽ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്ന ഒന്നാണ് നമ്മുടെ ക്ലേ റൂഫ് ടൈൽ. പക്ഷേ ഇന്ന് അവിടെയൊക്കെ വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമേ അതുള്ളൂ. എനിക്കൊന്ന് ചിത്ര റൂഫിംഗ് ടൈൽ അങ്ങനെയൊക്കെ 1-2 പേര് മാത്രമേ ഉള്ളൂ. പൊതുവേ ഇത് ഇപ്പോൾ ധാരാളമായിട്ട് വരുന്നത് മംഗലാപുരത്തു നിന്നാണ്. മംഗലാപുരത്തുനിന്ന് നമ്മുടെ ക്ലേ ഉപയോഗിച്ചതിന്, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന നോർമൽ ക്ലേ ആണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വരുന്ന പ്രൊഡക്റ്റാണ് നമ്മുടെ നാടൻ ഓടുകൾ എന്ന് പറയുന്നത്. നോർമലി 1 സ്ക്വയർ ഫീറ്റ്, ഇനി അതിൽ താഴ്ന്ന് ചെറിയ ഓടുകളും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഗുണങ്ങളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഏതാണ്ട് ഒരു ഓടിന് 30-32 രൂപ, ഇപ്പോഴത്തെ റേറ്റ്, നേരത്തെ 20 രൂപയ്ക്ക് കിട്ടിയിരുന്നു. 32 രൂപ 1 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഓട്. 1 സ്ക്വയർ ഫീറ്റ് താഴെ, 1 സ്ക്വയർ ഫീറ്റ് ഇല്ല കേട്ടോ, 1 സ്ക്വയർ ഫീറ്റ് പൂർത്തിയാവത്തില്ല. അതിൽ താഴെ വരുന്ന ഒരു ഓടിന് ഏതാണ്ട് 32 രൂപ തൊട്ട് 35 രൂപ വരെ ഏകദേശം റേറ്റ് വരുന്നുണ്ട്. ഇനി അതല്ല, ചെറിയ ഓടുകൾക്ക് വരുമ്പോൾ 14 രൂപയ്ക്കും അവൈലബിൾ ആണ്. ഇനി ഇതല്ല, നമുക്ക് പഴയ ഓടുകൾ എടുത്ത് അതിൻ്റെ ഫംഗൽ ആൽഗ അറ്റാക്കുകളൊക്കെ വാഷ് ചെയ്ത് റിമൂവ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണെന്നുണ്ടെങ്കിൽ പഴയ ഓടുകൾ നമുക്ക് 4 രൂപ 5 രൂപയ്ക്കൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അത് വാഷ് ചെയ്ത് പെയിൻറ്റ് ചെയ്യേണ്ട ചിലവ് മാത്രമേ നമുക്കതിന് വരുന്നുള്ളൂ. അങ്ങനെ നമുക്ക് നാടൻ ഓടുകൾ എടുക്കാം. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത അതിൻ്റെ എക്സ്പെൻസ് തന്നെയാണ്. രണ്ടാമത്തെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാടനോടാണ്, ക്ലേ ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ചൂടിനെ ആഗിരണം ചെയ്ത് ആ ചൂടിനെ ഉള്ളിൽ നിർത്താനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അതായത് ചൂടിനെ ആഗിരണം ചെയ്തത് ഇല്ലാതാക്കി കളയും. അകത്ത് ഇത് ചൂടിനെ വലിച്ചെടുക്കുന്നു, ഒപ്പം തന്നെ ഇത് നമുക്ക് അകത്തോട്ട് ആ ചൂട് വരുത്തത്തില്ല എന്നൊരു വലിയ പ്രത്യേകത. നാടനോട് ചെയ്യാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നൊരു പ്രധാന റീസണും ഈ പറഞ്ഞതാണ്. മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എസ്തറ്റിക്സ് ആണ്. നാടനാണ് എന്ന് തന്നെയാണ് ഇതിൻ്റെ എസ്തറ്റിക്സ്. പലപ്പോഴും പലരും ഇതിൻ്റെ കളർ നോക്കുമ്പോൾ നമുക്കറിയാം, ഒരു ചെങ്കല്ലിൻ്റെ കളറ്, അതായത് ടെറാക്കോട്ട കളറാണ് ഇതിന് വരുന്നത്. ഇനി അത് കൂടാതെ നമുക്ക് വേറെ കളറുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലി വേറെ കളറുകൾ, ഇപ്പോൾ ഗ്രേ ആയിക്കോട്ടെ, ബ്ലാക്ക് ആയിക്കോട്ടെ, ഡാർക്ക് ഗ്രേ ആയിക്കോട്ടെ, സ്റ്റീൽ ഗ്രേ ആയിക്കോട്ടെ, ഒക്കെ നമുക്കിതിൽ ചെയ്തെടുക്കാൻ സാധിക്കും നാടനോടുകളിൽ. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പലരും നമ്മുടെ ട്രഡീഷണൽ വീടുകൾക്ക് ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നും നമ്മുടെ നാടൻ ഓടുകളാണ് എന്നതാണ് പ്രത്യേകത. ഇനി നമുക്ക് ദോഷവശങ്ങളിലോട്ട് വരാം. ദോഷം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചിന്തിക്കുന്ന എന്താണ്, ഇത് പൊട്ടുമോ എന്നുള്ള. എല്ലാവരും പറയുന്നത് തേങ്ങ വീണാൽ പൊട്ടുമോ എന്നുള്ള. നമ്മുടെ നോർമൽ നാടൻ ഓടുകൾ തേങ്ങയൊന്നും വീണമെന്നൊന്നുമില്ല. കാര്യം ഞാൻ ആദ്യം പറഞ്ഞു, ഇത് വാട്ടർ അബ്സോർബൻ്റ് ആണ്, അതായത് വെള്ളത്തെ ആഗിരണം ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. സോ കോൺട്രാക്ഷൻ സബ്ട്രാക്ഷൻസ് ഇത് നോർമലാണ്. അതായത് ഒരു മഴയത്ത് ഇത് വെള്ളം പിടിച്ച് അടുത്ത വേനക്ക് വന്ന് നോർമലി ഇത് ക്രാക്ക് ആവാൻ സാധ്യതയുള്ള പ്രൊഡക്റ്റാണ്. കൺഫേം ആയിട്ട് പൊട്ടുന്ന പ്രൊഡക്റ്റാണ്. ഒരു വെള്ളയ്ക്ക വീണാലും പൊട്ടും, ഇനി അതല്ല വെള്ളയ്ക്ക വീണില്ലേലും ഇതിന് പൊട്ടലുണ്ടാവും എന്നൊരു പ്രത്യേകത. രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ ഫംഗൽ ആൽഗ അറ്റാക്കാണ്. നിങ്ങൾ ഒരിക്കൽ നാടനോട് വെച്ച് അടുത്ത വർഷം, അതായത് ഒരു സീസൺ കഴിയുമ്പോഴത്തേക്ക് ആ നാടനോട് ഫംഗൽ ആൽഗ അറ്റാക്ക് പിടിച്ച് ചൊറി പിടിച്ചതുപോലെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ റീസണും തൊട്ട് മുന്നേ പറഞ്ഞ ആ ഒരു വാട്ടർ അബ്സോർഷൻ തന്നെയാണ്. ആ വാട്ടർ അബ്സോർഷൻ മുഖേന
ഇത് ക്ലേ ആയതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ വാട്ടറിനെ അബ്സോർവ് ചെയ്യും. അതായത് ഏതാണ്ട് 9% അബ്സോർപ്ഷനും 2% റിപ്പൾഷനും ഉള്ള പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 7% ഓഫ് വാട്ടർ കണ്ടൻറ്റ് അതിൻ്റെ ഉള്ളിൽ നിൽക്കും. സോ ഫംഗൽ ആൽഗ അറ്റാക്കുകൾ കൃത്യമായിട്ട് അത് വിസിബിൾ ആക്കി പുറത്ത് കാണിക്കും. പർലിംഗ് ഡിസ്റ്റൻസിൻ്റെ സ്ഥലത്ത് നമുക്കിതിനെ ജസ്റ്റ് ക്ലാമ്പ് ചെയ്തിടുക ചെയ്യുന്നത്. അപ്പോൾ നല്ല കാറ്റൊക്കെ ടൊർണാഡോ പോലുള്ള സംഗതികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനെ വലിച്ചു പൊക്കി ദൂരോട്ട് കളയും. അതായത് കാറ്റ് പിടിക്കുന്ന പ്രൊഡക്റ്റാണ്, കാറ്റ് പിടിക്കുന്ന പോലെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ കൃത്യമായിട്ട് കാറ്റ് പിടിക്കുന്ന പ്രൊഡക്റ്റാണ്. എപ്പോഴും പർലിംഗ് ഡിസ്റ്റൻസ് പോലെ തന്നെ പ്രധാനമായും ഇതിൻ്റെ സ്ലോപ്പ് നോർമലി 25 to 45 ആംഗിളെങ്കിലും സ്ലോപ്പ് വേണം എന്നാണ് പറയുന്നത്. അങ്ങനെ സ്ലോപ്പ് ചെയ്ത് വേണം ഏത് റൂഫിംഗ് മെറ്റീരിയൽ നമ്മൾ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ വേണം നമ്മുടെ നാടൻ ഓടുകളും ചെയ്യാനായിട്ട്. റേറ്റ് ഞാൻ ഏകദേശ പ്രൈസാണ് പറഞ്ഞത്. അതിൽ നിന്ന് റേറ്റ് കൂടുതൽ കുറവൊക്കെ ഉണ്ടാവാം, അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതാണ് നാടൻ ഓടുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത പ്രൊഡക്റ്റിലേക്ക് വരാം. ഈ കാണുന്ന സെറാമിക് ഓടുകൾ. ഇത് സെറാമിക് ഓടാണ്. ഇതിൻ്റെ അകവും പുറവുമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി സെറാമിക് ഓടുകളുടെ പ്രത്യേകത, അതിൻ്റെ ഗുണത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ഇതെങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഇതിന് ഉപയോഗിക്കുന്ന ക്ലേ തന്നെയാണ്. ഇത് വൈറ്റ് ക്ലേ ആണ് യൂസ് ചെയ്യുന്നത്. 2 തരം ക്ലേകളാണ് സാധാരണ സെറാമിക് ഓട് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിലൊന്ന് ഈ കാണുന്ന വൈറ്റ് ക്ലേ, രണ്ടാമത്തത് റെഡ് ക്ലേ. ഇത് വന്നുകൊണ്ടിരുന്നത് പൂർണ്ണമായിട്ടും ചൈനയിൽ നിന്നായിരുന്നു. ഇപ്പോൾ ചൈനയിൽ നിന്ന് മാത്രമല്ല പല സ്ഥലങ്ങളിൽ നിന്നും ഇപ്പോൾ ഈ സാധനം നമുക്കിവിടെ അവൈലബിൾ ആണ്. പ്രധാനമായിട്ടും വന്നിരുന്നത് ചൈനയിൽ നിന്നാണ് എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ കാണുന്നത് പോലെ തന്നെയാണ്. ഇവിടെയാണ് സെറാമിക് കോട്ടിംഗ് ആണ് വരുന്നത്. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞാൻ പുറത്തെടുത്തിട്ടിരിക്കുന്നതാണ്. ഈ ഒരു സെറാമിക് കോട്ടിങ് വരുന്നു. ഈ സെറാമിക് കോട്ടിങ് കാരണമാണ് ഈ പ്രൊഡക്റ്റിനെ സെറാമിക് ഓട് എന്ന് വിളിക്കാൻ കാരണം. എന്തുകൊണ്ട് സെറാമിക് കോട്ടിങ് ചെയ്യുന്നു എന്നതാണ് ഇതിനെ കൂടുതലും പ്രൊഡക്റ്റീവ് ആക്കുന്നത്, അല്ലെങ്കിൽ റിസൾട്ട് ഓറിയൻറ്റഡ് ആക്കുന്നത് എന്നാണ് പ്രത്യേകത. എല്ലാവരും ചോദിക്കും, നമ്മളിതിന് മുന്നേ പറഞ്ഞ നാടനോട് ക്ലേ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ക്ലേ ഉപയോഗിച്ചുണ്ടാക്കുന്ന പ്രൊഡക്റ്റിന് വാട്ടർ അബ്സോർപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിന് വാട്ടർ അബ്സോർപ്ഷൻ ഇല്ലേ എന്ന് ചോദിക്കത്തില്ലേ? അവിടെയാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. ഇത് വാട്ടർ അബ്സോർബൻ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ അല്ല. കാരണം ഇത് സെറാമിക്കോടാണ് എന്ന് പറഞ്ഞെങ്കിൽ പോലും ഇതിന് മേളിൽ വരുന്ന സെറാമിക് കോട്ടിങ് വാട്ടർ റിപ്പൾഷൻ തരുന്ന പ്രൊഡക്റ്റാണ്. ഇതിവിടെ ഒരു ഗ്ലോസി ടൈപ്പാണ്, വാട്ടർ റിപ്പലൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഈ സെറാമിക് കോട്ടിങ് ഒരിക്കലും നമുക്ക് റിമൂവ് ആയി പോകത്തില്ല. വെള്ളം വീഴുമ്പോഴത്തേക്കും ഒലിച്ചിറങ്ങി പോകത്ത് തന്നെയുള്ളൂ. സോ ഈ സെറാമിക് കോട്ടിങ് ഈ വാട്ടർ അബ്സോർപ്ഷനെ നിലനിർത്തുന്ന അല്ലെങ്കിൽ ഇല്ലാതാക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. രണ്ടാമത്തെ പ്രത്യേകത, ഇത് വരുന്നത് ഏകദേശം 1 സ്ക്വയർ ഫീറ്റിനടുത്താണ് വരുന്നത്. സാധാരണ നാടൻ ഓടിനേക്കാളും വലിപ്പം കൂടിയ ഓടാണ് എന്നാണ് രണ്ടാമത്തെ കാര്യം. ഇങ്ങനെ ക്ലാമ്പ് ചെയ്തിടുവാണ്, സ്ക്രൂ ചെയ്ത് ചില ആൾക്കാർ ആ പർലിങ്ങിലോട്ട് അടിച്ച് ചെയ്യാറുണ്ട്, അല്ലാത്തപ്പോൾ ഇത് ക്ലാമ്പ് ചെയ്തിടാറുണ്ട്. അങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റാണ്. സോ ഇത് നോർമലി പറന്നു പോകുന്ന ഒരു സംഗതിയല്ല. സെറാമിക് ഓടിൻ്റെ ഇതിൻ്റെ വെയിറ്റ് കൂടി നമ്മൾ പറയേണ്ടതാണ്. അപ്പോൾ നാടനോടിൻ്റെ വെയിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 2 തൊട്ട് 2.5 കിലോ വരെയാണ്. സെയിം അത്രയും തന്നെ വെയിറ്റ് വരുന്നൊരു പ്രോഡക്റ്റാണ് ഇത് സെറാമിക് ഓടുകൾ. ഇനി സെറാമിക് ഓടുകളിൽ തന്നെ നമുക്ക് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത പറയാം, പല കളേഴ്സും നമുക്ക് അവൈലബിൾ ആണെന്നുള്ളതാണ്. ഗ്ലോസി ഓർ മാറ്റ് ഫിനിഷിൽ അവൈലബിൾ ആണെന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സെമി ഗ്ലോസി ഫിനിഷാണ്. ഇതിന് ഫുൾ ഗ്ലോസി അവൈലബിൾ ആണ്, കൂടാതെ മാറ്റ് ഫിനിഷും അവൈലബിൾ ആണ്. ഇത് അവരുടെ പ്രഗത്ഭമായിട്ടുള്ള ഒരു സീരീസാണ് ഈ കാണുന്ന ഡിസൈൻ. ഇതിൽ ഡിസൈൻസിലും വേരിയേഷൻ അവൈലബിൾ ആണ്. അതിൽ പ്രധാനമായിട്ടും നമ്മുടെ സെറാമിക് ഓടിൽ ഇങ്ങനെ ഈ ഒരു ഡിസൈൻ വരുന്നതും, കൂടാതെ നമുക്കത് വേറെ രീതിയിൽ സ്ലാൻറ്റിങ് മോഡലും നമുക്ക് അവൈലബിൾ ആണ്. ഇനി അതല്ല, അതിൽ തന്നെ ഗ്ലോസിയും മാറ്റും നമുക്ക് അവൈലബിൾ ആണ് എന്നാണ് മറ്റൊരു പ്രത്യേകത. ഇനി നെഗറ്റീവ്സിലേക്ക് വരാം. എല്ലാവരും പറയുന്ന ഒരു നെഗറ്റീവാണ്, ഇത് പൊട്ടും. സീരിയസ്ലി ഞാനിപ്പോൾ ഇത്രയും പൊക്കത്തിൽ നിന്ന് താഴെയിട്ടാൽ പോലും ഇത് പൊട്ടിപ്പോവും. ഇതിന് എന്തെങ്കിലും മുകളിലോട്ട് വീണാൽ മാത്രമാണ് പൊട്ടുക. അപ്പോൾ അല്ലാത്ത രീതിയിൽ പൊട്ടാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നാടനോടിൽ പറഞ്ഞിരുന്നു കോൺട്രാക്ഷൻ സബ്ട്രാക്ഷൻസ്, അത് ഈ പ്രോഡക്റ്റിലില്ല. അതുകൊണ്ട് തന്നെ കോൺട്രാക്ഷൻ സബ്ട്രാക്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഈ പ്രോഡക്റ്റിന് പൊട്ടലുണ്ടാവില്ല. അടുത്ത പ്രത്യേകത, ഇത് ചൂട് പിടിച്ചിട്ടും കോൺട്രാക്ഷൻ സബ്ട്രാക്ഷൻസ് ചൂട് പിടിച്ചാലും മഴയത്ത് വെള്ളം വലിക്കുന്നത് മൂലം ഉണ്ടാകുന്നില്ല. സോ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കോൺട്രാക്ഷൻ സബ്ട്രാക്ഷൻസ് ഉള്ള ക്രാക്കും ഇല്ലാതെ കിട്ടും. കൂടാതെ ഇതിനകത്ത് ഒരിക്കലും വരില്ല, ഫംഗൽ ആൽഗ അറ്റാക്കുകൾ ഉണ്ടാവില്ല. അപ്പോൾ 2 പ്രത്യേകതയാണെന്ന് പറഞ്ഞാൽ ഫംഗൽ ആൽഗ അറ്റാക്കുകളില്ല, പിന്നല്ല എന്തെങ്കിലും മുകളിൽ വീഴാതെ ഇത് പൊട്ടത്തുമില്ല. ഇനി ഇതിൻ്റെ പ്രധാന നെഗറ്റീവുകൾ എന്താണെന്ന് ചോദിച്ചാൽ, അത്യാവശ്യം വെയിറ്റുള്ള പ്രൊഡക്റ്റാണ്. നാടനോട് പോലെ തന്നെ വെയിറ്റുള്ള പ്രൊഡക്റ്റാണ്. നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ വീണ് കഴിഞ്ഞാൽ കൺഫേം ആയിട്ടും പൊട്ടുന്ന മെറ്റീരിയലാണ് നമ്മുടെ സെറാമിക് ഓടുകൾ. റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ഈ പ്രോഡക്റ്റ് 30-40 രൂപയ്ക്ക് കിട്ടിയിരുന്നു, ചൈനയിൽ നിന്നാണ് വന്നിരുന്നത് പറഞ്ഞു. പക്ഷേ ആൻറ്റി ഡംപ്ലിങ് ഡ്യൂട്ടിയൊക്കെ ആയപ്പോഴത്തേക്കും ഈ പ്രോഡക്റ്റ് 80 രൂപ ആയിട്ട്, ഞാൻ മെറ്റീരിയൽ കോസ്റ്റ് മാത്രമാണ് പറയുന്നത്, ഇതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് മാത്രം 80 രൂപ ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഒരു 100-120 രൂപയ്ക്കൊക്കെ നല്ല മെറ്റീരിയൽസും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതിൽ തന്നെ
ഓരോ ബ്രാൻഡ് അനുസരിച്ച് ഒരേ ബ്രാൻഡുകളിൽ തന്നെ പല ക്വാളിറ്റി മെറ്റീരിയൽസ് നമുക്ക് കിട്ടും. ആ ക്വാളിറ്റി മെറ്റീരിയൽസാണ് നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഇഷ്യൂസ് നേരത്തെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പ്രോബ്ലം ഇനി വന്നിട്ടുണ്ട് എന്ന് പറയാൻ കഴിയും. നേരത്തെ റെഡ് ക്ലേ ഇതിന് ഉപയോഗിച്ചിരുന്നു, ഇന്ന് ഇതിന് റെഡ് ക്ലേ ഇല്ല. പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നത് വൈറ്റ് ക്ലേ ആണ്. സോ നമുക്കൊരു വീട്ടിൽ നോർമലി നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു റൂഫിംഗ് മെറ്റീരിയൽ വേണം, അല്ലെങ്കിൽ റൂഫിംഗ് ഓട് വേണമെന്ന് ചോദിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് കണ്ണും പൂട്ടി എടുക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് എന്ത്, സെറാമിക് ഓടുകൾ. ഇനി അടുത്ത പ്രൊഡക്റ്റിലേക്ക് പോകാം. കോൺക്രീറ്റ് ഓടുകൾ. നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും. കോൺക്രീറ്റ് ഓടുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റേ അല്ല, അന്യദേശത്തു നിന്ന് വരുന്ന പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ഈ സാധനവും നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ തന്നെ എസ്തെറ്റിക്കലി അടിപൊളിയാണ്. ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. കൂടുതലും റഫ് ഫിനിഷിലാണ് ഇത് അവൈലബിൾ ആവുക. ഇതിന് ഗ്ലോസി ഫിനിഷിനേക്കാളും റഫ് ഫിനിഷുകളാണ്, അതായത് മാറ്റ് റഫ് ഫിനിഷുകളാണ് ഇതിന് അവൈലബിൾ ആവുക. ഡബിൾ കളേഴ്സും ഒക്കെ നമുക്കിതിന് അവൈലബിൾ ആണ് എന്നതാണ് പ്രത്യേകത. ഇനി ഇതിനകത്ത് തന്നെ പല മോഡൽസ്, അതായത് എസ്പാനോ സീരീസ്, അതുപോലെ സ്ലാൻഡിങ് മോഡൽസ് ഒക്കെ നമുക്കിപ്പോൾ ഈ പറഞ്ഞ കോൺക്രീറ്റ് ഓളുകളിൽ നമുക്ക് അവൈലബിൾ ആവും. ദോഷങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വെയിറ്റാണ്. കാര്യം കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞു 2.5 കിലോയുള്ള സെറാമിക് ഓട് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഇരട്ടി വെയിറ്റ് വരുന്ന പ്രൊഡക്റ്റാണ് കോൺക്രീറ്റ് ഓടുകൾ. ഈ കോൺക്രീറ്റ് ഓടുകളും സെറാമിക് ഓടുകളൊക്കെ നമ്മുടെ റൂഫിംഗ് സ്ട്രക്ചർ അനുസരിച്ച് അതിൻ്റെ വെയിറ്റ് താങ്ങുന്നതാണ്. പക്ഷേ എന്നാൽ പോലും 5 അല്ലെങ്കിൽ 4.5 കിലോ വരുന്ന കോൺക്രീറ്റ് ഓടുകൾ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലോട്ട് കയറുന്നത് ഏതാണ്ട് 1500-1600 എണ്ണമാണ്. അപ്പോൾ അത്രയും ലോഡ് വെയർ ചെയ്യാനായിട്ടുള്ള സ്ട്രക്ചർ നമ്മുടെ വീടിനുണ്ടായിരിക്കണം. അത് നമ്മൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ 4.5 കിലോ വരുന്ന ഒരു ഓട് വെച്ച് നമ്മൾ പാകേണ്ടി വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും നല്ല വെയിറ്റുള്ള പ്രൊഡക്റ്റാണ്. കോൺക്രീറ്റ് ആയത് തന്നെ വാട്ടർ അബ്സോർപ്ഷൻ ഉള്ള പ്രോഡക്റ്റാണ്. കോൺക്രീറ്റിന് മുകളിൽ അവർ പ്രത്യേകിച്ച് സെറാമിക് കോട്ടിങ്ങുകളൊന്നും നൽകുന്നില്ല. സോ അതിന് വെള്ളം വലിക്കാനായിട്ടുള്ള ശേഷിയുണ്ട്. പക്ഷേ എന്നാൽ പോലും നമ്മുടെ ക്ലയോഡുകൾ വെള്ളം വലിക്കുന്നത് പോലെ വെള്ളം വലിക്കത്തില്ല, എങ്കിലും വെള്ളം വലിക്കും. സോ കോൺട്രാക്ഷൻ സബ്ട്രാക്ഷൻസിന് സാധ്യതയുള്ള പ്രൊഡക്റ്റാണ്. പക്ഷേ എന്നാൽ പോലും ഇത് വെയിലും മഴയും വരുമ്പോഴത്തേക്കുള്ള കോൺട്രാക്ഷൻ സബ്ട്രാക്ഷൻ മൂലം ഇതിന് പൊട്ടലുണ്ടാവില്ല. അതേസമയം ഇതിന് മുകളിലേക്ക് എന്തെങ്കിലും വലിയ ഉയരത്തിൽ നിന്നൊക്കെ വീണ് കഴിഞ്ഞാൽ 100% പൊട്ടുന്ന പ്രോഡക്റ്റാണ്. എന്നാൽ കോൺക്രീറ്റ് ഓടുകൾ ചെയ്യുമ്പോഴത്തേക്കും പലപ്പോഴും വീടിൻ്റെ ഒരു എന്താ പറയുന്നത് എസ്തെറ്റിക്കലി, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കൊളോണിയൻ ശൈലിയുള്ള വീടുകൾ അല്ലെങ്കിൽ ഒരു ഗോത്തിക് സ്റ്റൈലിലുള്ള വീടുകൾക്കൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മുടെ കോൺക്രീറ്റ് ഓടുകൾക്കുള്ളത്. അത് ഈ പറഞ്ഞ ഒരുപക്ഷെ നമ്മുടെ സെറാമിക് ഓട് ചെയ്യുമ്പോഴോ നാടനോട് ചെയ്യുമ്പോഴോ അത് കിട്ടിക്കൊള്ളുന്നില്ല. അവിടെ നമുക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അടുത്തത് വരുന്നത് ഇതിൻ്റെ പ്രധാന സംഗതി ഇതിൻ്റെ റേറ്റാണ്. നോർമലി നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു സെറാമിക് ഓടുകൾ 120 രൂപയാണെന്നുണ്ടെങ്കിൽ കോൺക്രീറ്റ് ഓടിലോട്ട് വരുമ്പോഴത്തേക്കും ഓരോ ഓടിനൊക്കെ ഏതാണ്ട് 180 രൂപ മുതൽ 200-150 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് വരുന്നത്. അത് മെറ്റീരിയൽ പ്രൈസ് മാത്രമാണ് പറഞ്ഞത്. ബാക്കി പർലിംഗ് ഒക്കെ അടിച്ച് വരുമ്പോഴത്തേക്ക് നോർമലി ഇതിൻ്റെ റേറ്റ് വളരെ ഹൈ ആയി പോകുന്നൊരു സാഹചര്യമുണ്ട്. പിന്നെ മറ്റൊന്ന് ചൂടാണ്. കോൺക്രീറ്റിൽ സ്ലാബിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം ചൂടുണ്ടാവും എന്നറിയാലോ. അങ്ങനെ കോൺക്രീറ്റ് സ്ലാബുകളിൽ നമുക്ക് ചൂട് വരുന്നത് പോലെ തന്നെ കോൺക്രീറ്റ് ഓടുകളിലും കൃത്യമായിട്ട് ചൂട് വരും. അത് നമുക്ക് അകത്തോട്ട് വരികയും ചെയ്യും. ഇപ്പോൾ നാടൻ ഓട് ചെയ്യുമ്പോഴും പർലിംഗ് അടിച്ച് ചെയ്യാം. കൂടാതെ നമ്മുടെ സ്ലാബ് വാർത്തതിന് ശേഷം കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് പർലിങ്ങുകൾ നമ്മൾ അല്ലാതെ ഉണ്ടാക്കി ചെയ്യുകയും ചെയ്യാം. കോൺക്രീറ്റ് ഓട് ചെയ്യുമ്പോഴും നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ റൂഫ് ഇത് മാത്രം റൂഫാക്കി ചെയ്യാം. ഇനി അതല്ല, കോൺക്രീറ്റ് ചെയ്ത് റൂഫ് വാർത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് പർലിംഗ് കൊടുത്തും ചെയ്യാവുന്നതാണ്. ഇതാണ് കോൺക്രീറ്റ് ഓടുകൾ. ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ പറഞ്ഞ 3 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും റെക്കമെൻഡബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കണ്ണുടച്ച് പറയാൻ പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് സെറാമിക് ഓട് തന്നെയായിരിക്കും. അടുത്ത പ്രൊഡക്റ്റ് ഷിംഗിൾസ് എന്ന് പറഞ്ഞാൽ തന്നെ പലരുടെയും നെറ്റി ഒളിയും. കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പറയുന്നത് നമ്മുടെ നാട്ടിന് അനുയോജ്യമായിട്ടുള്ളൊരു പ്രൊഡക്റ്റിലാണെന്നുള്ള. പക്ഷേ അത് സത്യസന്ധമായ കാര്യമാണ്. കാര്യം നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചിരുന്ന ഒരു പ്രൊഡക്റ്റല്ല ഇത്. യൂറോപ്യൻ കൺട്രീസിൽ അവരുടെ വെതറിനനുസരിച്ച് അവർ ചെയ്യാൻ ഉപയോഗിച്ചൊരു മെറ്റീരിയലാണ് ആക്ച്വലി ഷിംഗിൾസ് എന്ന് പറഞ്ഞാൽ. ഷിംഗിൾസ് അന്ന് അസ്ഫാൾട്ട് ഷിംഗിൾസാണ് നമ്മുടെ നാട്ടിൽ വന്നിരുന്നത്. ഷിംഗിൾസിൻ്റെ പ്രധാന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കൂടുതലും ടാർ റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസാണ് അതിന് ഉപയോഗിച്ചിരുന്നത്. ആക്ച്വലി അതൊരു എന്താ പറയുന്നത് ഡീസൽ അല്ലെങ്കിൽ പെട്രോളിയം ബൈ പ്രോഡക്റ്റ് ആണ് കേട്ടോ. അതാണ് അതിൻ്റെ റിയാലിറ്റി. അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞാണ്, പെട്രോളിയം ബൈ പ്രോഡക്റ്റ് തന്നെയാണ്. അതിൻ്റെ മുകളിലിട്ട് ഗ്രാന്യൂൾസ് ചെയ്തിട്ടാണ് ആക്ച്വലി ഷിംഗിൾസ് ഷീറ്റായിട്ടാണ് വരുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു ടാർ ഷീറ്റിന് മുകളിൽ ഗ്രാന്യൂൾസ് പതിപ്പിച്ചാൽ എങ്ങനെയിരിക്കും, അതാണ് ആക്ച്വലി ഷിംഗിൾസ് എന്ന് പറയുന്നത്. ഷിംഗിൾസ് സാധാരണഗതിയിൽ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള ടെറസാണ് എന്നുണ്ടെങ്കിൽ സാധാരണ ടെറസാണ്, രണ്ടും പറഞ്ഞുതരാം. നോർമലി ഉള്ള വീടുകളിൽ റൂഫിംഗ് ഒന്നുമില്ല. ഇതാണ് അതിൻ്റെ റൂഫിംഗ് എന്ന് വെച്ചാൽ അതിൻ്റെ താഴെ നമ്മുടെ സിമൻറ്റ് ഫൈബർ ബോർഡ് ചെയ്യുന്നു, അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മുടെ ഷിംഗിൾസ് ഒട്ടിക്കുന്നത്. ഇനി അതല്ല, നമ്മൾ കോൺക്രീറ്റ് ചെയ്തൊരു സ്ഥലമാണെങ്കിൽ അതിൻ്റെ മുകളിലും പർലിംഗ് അടിച്ച് സിമൻറ്റ് ഫൈബർ ബോർഡ് ചെയ്ത് അതിൻ്റെ മുകളിലാണ് ഷിംഗിൾസ് ഒട്ടിക്കേണ്ടത്. കാര്യം ഷിംഗിൾസിന് എപ്പോഴും വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു പ്രതലം ആവശ്യമാണ് എന്നാണ് പ്രത്യേകത. ഗുണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എസ്തെറ്റിക്കലി അടിപൊളി പ്രൊഡക്റ്റാണ്. പല കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ ബ്ലാക്ക് ആയിക്കോട്ടെ, ഇനി അതല്ല ഗ്രേ ആയിക്കോട്ടെ, ഡബിൾ കളർ, അതായത് റെഡ് ഗ്രേ കോമ്പിനേഷനൊക്കെ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് ഷിംഗിൾസ്. രണ്ടാമത്തെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൽ ഏറ്റവും അധികം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ചെറിയ വീടുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ വളരെ ഭംഗിയായിട്ടിരിക്കുന്ന
ഒരു പ്രോഡക്റ്റാണ്. ഇനി ദോഷങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാന ദോഷം എന്ന് പറഞ്ഞാൽ പലരും പറഞ്ഞു വഴകിയൊരു ദോഷമുണ്ട്. അത് ഇതിൻ്റെ ഗ്രാന്യൂൾസൊക്കെ അടർന്നു പോകും എന്നുള്ളതാണ്. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ വരുന്ന ഏകദേശം 2015, 2016 കാലഘട്ടത്തോടെയാണ്. എപ്പോഴും ഒരു പ്രോഡക്റ്റ് രണ്ടാമത്തെ വേവിലാണ് ക്വാളിറ്റി പ്രോഡക്റ്റ് വരിക എന്ന് പറയാം. ഈ വരുന്ന ഏത് സ്ഥലമാണെങ്കിലും അതിൻ്റെ ക്വാളിറ്റി പ്രോഡക്റ്റും ഉണ്ട്, അല്ലാത്ത പ്രോഡക്റ്റും ഉണ്ട്. അന്ന് വന്നിരുന്ന പ്രോഡക്റ്റുകളെല്ലാം തന്നെ ഈ പറഞ്ഞ പോലെ അസ്ഫാൾട്ട് സിംഗിൾസൊക്കെയാണ് നമ്മുടെ നാട്ടിൽ വന്നിരുന്നത്. സോ അതിൻ്റെ ടാറിൽ നിന്ന് ഗ്രാന്യൂൾസ് തെറിച്ചു പോകുന്ന ചില സാഹചര്യങ്ങളുണ്ടായിരുന്നു. അത് വിട്ടുപോകുന്ന, കട്ട് ചെയ്തു പോകുന്ന, അത് മുറിഞ്ഞു പോകുന്ന ചില സാഹചര്യങ്ങളുണ്ടായിരുന്നു. കാര്യം ഇത് ഹീറ്റ് ഫ്യൂസിങ് മെറ്റീരിയലാണ്. രണ്ടെണ്ണം ഒരുമിച്ച് ഗമ്മാണ് ചെയ്യുന്നത്. ഇതിന് ഈ ഗമ്മിനിടയ്ക്ക് ഹീറ്റ് ഫ്യൂസിങ് ടെക്നോളജിയും കൂടെ നടക്കുന്നുണ്ട്. സോ നല്ല രീതിയിൽ ചൂട്, ഞാൻ പറഞ്ഞല്ലോ, ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കാനായിട്ട് വന്ന മെറ്റീരിയൽ അല്ല എന്ന് പറയുന്നത് സത്യമാണെന്ന് പറഞ്ഞതിൻ്റെ റീസൺ, യൂറോപ്യൻ കൺട്രീസിൽ അവരുടെ വെതർ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ പോലെ ചൂടോ തണുപ്പോ അല്ല. നമ്മുടെ ഇവിടെ ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റാണ്. ചൂടുള്ളപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഭയങ്കര ചൂടുള്ള ഒരു സമയത്താണ്. പക്ഷേ മഴയത്ത് വരുമ്പോൾ നല്ല ട്രോപ്പിക്കൽ കാലാവസ്ഥയാണ് നമുക്ക്. അങ്ങനെ വരുന്ന ആ ഒരു വെതറിന് പറ്റിയ മെറ്റീരിയൽ ആയിരുന്നില്ല. ആ സമയത്ത് ഒരുപാട് ഡാമേജ് ഈ പ്രോഡക്റ്റിൽ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ഇത് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കാൻ പറ്റാത്തൊരു മെറ്റീരിയലായിട്ട് ഇതിനെ തള്ളിക്കളയാനായിട്ടുള്ള റീസൺ. ചൂട് എന്ന് പറഞ്ഞാൽ ഇത് മെയിൻ കോൺക്രീറ്റിലാണ് ചെയ്യുന്നതെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള നമ്മുടെ ഇത് ചെയ്യുന്നു, സിമൻറ്റ് ഫൈബർ ബോർഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു, ആ ചൂട് അവിടെ വെച്ച് കട്ടാവും. അതേസമയം സിമൻറ്റ് ഫൈബർ ബോർഡ് ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിൽ സിമൻറ്റ് ഫൈബർ ബോർഡ് വെച്ച് റൂഫിംഗ് അടിച്ചാണ് ചെയ്യുന്നതെങ്കിൽ സിമൻറ്റ് ഫൈബർ ബോർഡ് കൃത്യമായിട്ട് ചൂട് അബ്സോർവ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. എന്താണോ ക്ലൈമറ്റിന് അവിടെ അപ്പോഴുള്ള ആ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻ അതാണ് അതിനുള്ളിൽ തരുന്നത് എന്ന് പറഞ്ഞാൽ അത്രയും ചൂട് ഇത് ഉള്ളിലോട്ട് അകത്തോട്ട് വിട്ടിരുന്നു. അതുകൊണ്ടാണ് ഇത് ഷിംഗിൾസിൻ്റെ പ്രശ്നമാണെന്ന് പലരും ഫീൽ ചെയ്യാനായിട്ടുള്ള റീസൺ. രണ്ടാമത്തെ ദോഷം എന്താണെന്ന് വെച്ചാൽ ഇത് ഗ്രാന്യൂൾസ് ആണെന്ന് പറഞ്ഞല്ലോ. സോ ഈ ഗ്രാന്യൂൾസ് ആയതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായിട്ട് എന്താ പറയുക, ഈ ചെളി, അതായത് മഴയും വെയിലും വരുമ്പോഴത്തേക്കും നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ചെളി ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടു. ആ ഡെപ്പോസിറ്റ് ചെയ്ത ആ ഒരു ചെളി അങ്ങനെ എക്സ്പോസ് ചെയ്ത് കാണിച്ചു അങ്ങനെ തന്നെ ചെളി വന്നിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു ദോഷം എന്താണെന്ന് വെച്ചാൽ മരത്തിൻ്റെ കറകളൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിൽ വന്ന് ആ കറ കൃത്യമായിട്ട് അവിടെ കിടക്കും. ആ കറ വൃത്തികേടായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. ആ പ്രശ്നങ്ങളും ഈ ഒരു ഇഷ്യൂ നേരിട്ട ഒരു സംഗതിയാണ് ഷിംഗിൾസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ചോദിക്കാം, ഷിംഗിൾസിന് ഫംഗൽ ആൽഗ അറ്റാക്ക് ഇല്ല എന്നുള്ളത്. 100% ഫംഗൽ ആൽഗ അറ്റാക്കുകൾ ഇല്ലാത്ത പ്രോഡക്റ്റാണ്. ഇതിൻ്റെ മെയിനായിട്ട് ഇതിൻ്റെ മുകളിൽ വീണിരിക്കുന്ന പല മെറ്റീരിയൽസും വീണ് ഇഷ്യൂസ് വന്നിട്ടാണ് ഷിംഗിൾസ് നമ്മുടെ നാട്ടിൽ അത്ര സ്വീകാര്യമല്ലാതെ പോയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഒരു റിസർച്ചിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമുക്ക് നോക്കാം. 120 രൂപ തൊട്ട് 180 രൂപ വരെ നമുക്ക് പല മെറ്റീരിയൽസിൽ നമുക്ക് ഷിംഗിൾസ് അവൈലബിൾ ആണ്. ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു കമ്പനിയെ കൊണ്ട് നിങ്ങൾ ചെയ്യിച്ചാൽ, ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് ചെയ്യാൻ സാധിച്ചാൽ ഇതിലൊക്കെ ഉപരി കൃത്യമായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ, എല്ലാ വർഷവും നിങ്ങളത് വാഷ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ് നമ്മുടെ ഷിംഗിൾസ്. അപ്പോൾ അടുത്ത മെറ്റീരിയലോട്ട് പോകാം. ഷിംഗിൾസിനെ പോലെ തന്നെ ഇരിക്കുന്ന മറ്റൊരു മെറ്റീരിയൽ, പക്ഷേ അതുമായിട്ട് ധാരാളം വ്യത്യാസമുണ്ട്. ഇതാണ് ആ പ്രോഡക്റ്റ്, സ്റ്റോൺ കോട്ടർ റൂഫ് ടൈൽ. ഇത് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, ഇത് എന്താ പറയുന്നത്, നമ്മുടെ ഷിംഗിൾസുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളത്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയാം. ഇതിൻ്റെ ബാക്ക് സൈഡാണ് നിങ്ങളിതാ ഈ കാണുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇതാണ് ഇതിൻ്റെ ബേസ് മെറ്റീരിയൽ. അപ്പോൾ ഇതിൻ്റെ പേര് സ്റ്റോൺ കോട്ടർ റൂഫ് ടൈലാണ്. എന്താണ് സ്റ്റോൺ കോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസ് മെറ്റീരിയൽ ആലു സിങ്ക് എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് ആലു സിങ്ക് മെറ്റീരിയലാണ്. ഇതിൻ്റെ ബേസ് മെറ്റീരിയൽ വരുന്ന ആലു സിങ്ക് എന്നാണ് പറയുന്നത്. അലൂമിനിയം സിങ്ക് കോട്ടൺ അല്ല സിങ്ക് ആലു എന്നൊക്കെ പൊതുവെ ഇതിനെ പറയാറുണ്ട്. ഇത് ഷിംഗിൾസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് വെച്ചാൽ ഒരു ബന്ധവുമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഷിംഗിൾസിൽ എന്താണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു, ഇതിൽ ആ ഗ്രാന്യൂൾസ് കൃത്യമായിട്ട് ഇതിൻ്റെ മുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ആ ഒരു താഴെ വരുന്ന ആ ബേസ് മെറ്റീരിയലിൻ്റെ മുകളിൽ ഗ്രാന്യൂൾസ് ഒട്ടിച്ച് വരുന്നതാണ്. ഷിംഗിൾസിൻ്റെ ഏതൊക്കെ കളറുണ്ടോ ആ കളർ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതിനകത്ത് നിങ്ങൾക്കൊരു വൈറ്റ് ബ്ലാക്ക് അല്ലേ കണ്ടത്, അതുപോലെ ഡബിൾ കളേഴ്സും നമുക്കിതിൽ അവൈലബിൾ ആണ്. പല ഡിസൈൻസിലും നമുക്കിത് അവൈലബിൾ ആണ്. ഇതും ഷിംഗിൾസിൻ്റെ അസ്ഫാൾട്ട് ഷിംഗിൾസ് അല്ലെങ്കിൽ ഷിംഗിൾസിൻ്റെ പല രൂപത്തിൽ ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും ഷിംഗിൾസിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്തൊക്കെയുണ്ടോ അതൊക്കെ നമുക്കിതിൽ ചെയ്തെടുക്കാൻ പറ്റും എന്നൊരു ബന്ധമേ ആക്ച്വലി സ്റ്റോൺ കോട്ടർ റൂഫ് ടൈലും ഈ പറയുന്ന ഷിംഗിൾസും തമ്മിലുള്ളൂ എന്നതാണ് പ്രത്യേകത. ഗുണങ്ങൾ വളരെ വെയിറ്റ് കുറഞ്ഞാണ്. കാര്യം ഇത് നമുക്ക് ഏതാണ്ട് ഒരു 4 അടി നീളത്തിലാണ് കിട്ടുക. 4 അടി നീളം, അതുപോലെ 1 അടി വീതിയിലും നമുക്കിത് അവൈലബിൾ ആകും. 1.5 അടി വീതിയിലും നമുക്കിത് അവൈലബിൾ ആകും. ഇത് നമുക്ക് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് പെർലിംഗ് ഡിസ്റ്റൻസ് കൊടുത്ത് താഴേന്ന് സ്ക്രൂ കൊടുത്ത് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ്. അതായത് സ്ക്രൂ പോയിന്റുകൾ ഒരിക്കലും കാണാൻ സാധിക്കത്തില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇത് ഒരിക്കലും ഇത് പറന്നു പോകത്തില്ല, അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. കാരണം വെച്ചാൽ ഇത് സ്ക്രൂഡാണ്, കൃത്യമായിട്ട് സ്ക്രൂ ചെയ്ത് പോകുന്നതുകൊണ്ട് ഇത് പറന്നു പോകും എന്നുള്ള പേടി വേണ്ട. എസ്തെറ്റിക്കലി ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആയിരിക്കും. ഇനി ഇതിൻ്റെ ചൂടിനെ കുറിച്ചാണ് പലരും ചോദിക്കൽ. താഴത്തേക്ക് ഒരുപാട് ചൂട് വരും, കാര്യം ഇത് ടിൻ ഷീറ്റ് അല്ലേ എന്ന് ചോദിക്കാറുണ്ട്. ഇതൊരിക്കലും ടിൻ ഷീറ്റ് അല്ല, ആലു സിങ്ക് കോട്ടറാണ് എന്നാണ്. അതായത് സിങ്കാലു മെറ്റീരിയലാണ്. സിങ്കാലു മെറ്റീരിയലിൻ്റെ പ്രത്യേകത ചൂടിനെ അബ്സോർവ് ചെയ്യും, എന്നിട്ട് അത് കൃത്യമായിട്ട് സ്പ്രെഡ് ചെയ്തുകളും ഒരിക്കലും താഴേക്ക് 1% പോലും ചൂട് വിടുന്ന
ഒരു പ്രൊഡക്റ്റ് അല്ല ആക്ച്വലി ഈ പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കണ്ട സ്റ്റോൺ കോട്ടർ റൂഫ് ടൈൽ. സ്റ്റോൺ കോട്ടർ റൂഫ് ടൈലിലോട്ട് എന്തെങ്കിലും പ്രൊഡക്റ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ ഇത് പൊട്ടുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള മെറ്റീരിയലുകളെയൊക്കെ അപേക്ഷിച്ച് ഇപ്പോൾ സെറാമിക്കോട് പൊട്ടുമെന്ന് പറഞ്ഞു, അതുപോലെ നമ്മുടെ നാടനോട് പൊട്ടുമെന്ന് പറഞ്ഞു, കോൺക്രീറ്റോട് പൊട്ടുമെന്ന് പറഞ്ഞു. ഷിംഗിൾസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സിമെൻറ്റ് ഫൈബർ ബോർഡ് പൊട്ടിക്കഴിഞ്ഞാൽ അതും പൊട്ടും. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റിൽ അത്യാവശ്യം ഒരു വലിയ തേങ്ങ വന്ന് വീണാൽ പോലും ഇത് ചളുങ്ങും എന്നല്ലാതെ പൊട്ടുന്നൊരു സാഹചര്യം ഒരു പക്ഷേ ഇതിന് കുറവായിരിക്കും ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച്. നമ്മൾ കുറച്ചുകൂടെ ഒരു കോമൺ സെൻസിൽ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു മെറ്റീരിയലാണ് നമ്മുടെ സിങ്ക് കോട്ടർ റൂഫ് ടൈലുകൾ. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് പല കളേഴ്സിൽ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എന്താ പറയുന്നത്, വർക്ക്മാൻഷിപ്പ് അത്രയും കൃത്യമായിട്ട് ചെയ്യാൻ അറിയാവുന്നവരെ കൊണ്ട് തന്നെ ചെയ്യിക്കണം. 25 തൊട്ട് 45 വരെ നമ്മൾ ആ ഒരു ഡിഗ്രി ആംഗിൾ നമ്മൾ ഇതിന് കൃത്യമായിട്ട് സ്ലോപ്പ് ആംഗിൾ കൊടുക്കണം. അങ്ങനെ തന്നെ ചെയ്യിക്കേണ്ട ഒരു മെറ്റീരിയലാണ്. കാര്യം വെള്ളം കെട്ടിക്കിടക്കേണ്ട ഒരു പ്രൊഡക്റ്റില്ല. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ പലരും ചോദിച്ചേക്കും സിങ്കാലുമല്ലേ നമുക്ക് നമ്മുടെ കടൽ തീരത്ത് ചെയ്യാൻ പറ്റുമോ, തുരുമ്പെടുക്കില്ലേ എന്നൊക്കെയുള്ളത്. ഇത് സിങ്ക് ആലുവുമാണ്. അലൂമിനിയത്തിൽ തുരുമ്പെടുക്കില്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ. എന്ന് പറഞ്ഞ പോലെ തന്നെ സിങ്ക് കോട്ടിങ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കടൽ തീരത്തൊക്കെ ധാരാളമായിട്ട് ചെയ്യാം. തുരുമ്പെടുക്കാത്ത ഒരു മെറ്റീരിയലാണ് ആക്ച്വലി സ്റ്റോൺ കോട്ടർ റൂഫ് ടൈൽ. ഇതിൻ്റെ സ്റ്റോൺസ് പലപ്പോഴും തെറിച്ചു പോകുന്ന സാഹചര്യങ്ങൾ പലരും പറയാറുണ്ട്. നമ്മുടെ ഷിംഗിൾസിൽ പറഞ്ഞതുപോലെയാണ്. അങ്ങനെ എന്തെങ്കിലും നമ്മൾ വാഷ് ചെയ്യുമ്പോഴോ വല്ലതും തെറിച്ചു പോയി കഴിഞ്ഞാൽ അത് നമുക്ക് വീണ്ടും റീപാച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ്. ഷിംഗിൾസും തമ്മിലുള്ള മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഷിംഗിൾസ് ഞാൻ പറഞ്ഞു ടാർഫെൽറ്റാണ്. ടാർഫെൽറ്റ് ഷീറ്റുകളാണ് വരുന്നത്, ടാർ ബേസ്ഡ് ഷീറ്റുകളാണ് വരുന്നത്. അത് ചൂടും മഴയും ഒക്കെ കൊണ്ട് നിരന്തരം ഇരുന്ന് ചിലപ്പോൾ അത് പൊട്ടിപ്പോകാം. പക്ഷേ ഇതിനങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല. കാര്യം ഇതിൻ്റെ ബേസ് മെറ്റീരിയൽ സിങ്കാലും ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് റിപ്പയർ ചെയ്ത് അല്ലാതെ പൊട്ടിപ്പോകാതിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇനി അതല്ല ഗ്രാന്യൂൾസ് പോയാലും നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് നമ്മുടെ സ്റ്റോൺ കോട്ടർ റൂഫ് ടൈൽ. റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ പോലും നമ്മുടെ ഷിംഗിൾസിൻ്റെ ഏകദേശം ആ റേറ്റ് പ്രൈസ് തന്നെയാണ് വരുന്നത്. 80 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ഈ പ്രൈസിൻ്റെ കേസിൽ വരുമ്പോഴത്തേക്കും പലരും പല റേറ്റ് പറയുന്നുണ്ട്. റേറ്റ് എപ്പോഴും ഏത് പ്രൊഡക്റ്റിനും നിങ്ങൾക്ക് കുറഞ്ഞതും കിട്ടും, ക്വാളിറ്റി കൂടിയതും കിട്ടും. ക്വാളിറ്റി കുറഞ്ഞതും ക്വാളിറ്റി കൂടിയതായിട്ട് എപ്പോഴും റേറ്റിലായിരിക്കും വ്യത്യാസം വരിക. സോ 80 കിട്ടുന്നതിൻ്റെ പ്രൊഡക്റ്റും 120 കിട്ടുന്നതിൻ്റെ പ്രൊഡക്റ്റും നമ്മൾ ക്വാളിറ്റിയിൽ അജഗജാന്തരമായിരിക്കും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഏതാണ്ട് 120 തൊട്ട് 180 രൂപ വരെ മെറ്റീരിയൽ പ്രൈസ് വരുന്നൊരു പ്രൊഡക്റ്റാണ്. ഇനിയിപ്പോൾ പർലിംഗ് ഒക്കെ അടച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഏതാണ്ട് 250 രൂപ 260 രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഏത് നമ്മുടെ സ്റ്റോൺ കോട്ടർ റൂഫ് ടൈലുകൾ. ഒരു വീട്ടിൽ റെക്കമെൻഡബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഈസി ആയിട്ട് റെക്കമെൻഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. കാര്യം കഴിഞ്ഞ 2016 2017 തൊട്ട് നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയ വരുമ്പോഴാണ് ഇത് എല്ലാവരും അറിയുന്നതും കാണുന്നതൊക്കെ. എനിക്ക് തോന്നുന്നു നമ്മുടെ ലുലു, നമ്മുടെ തൃശ്ശൂർ ലുലുവിലൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ലുലുവിൻ്റെ എല്ലാ പ്രൊജക്റ്റിലും ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ബ്രാൻഡുകൾ നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരെയും തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ചെയ്യിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടിരിക്കുന്ന ഒന്നാണ് നമ്മുടെ സ്റ്റോൺ കോട്ടർ റൂഫ് ടൈൽ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രൊഡക്റ്റ്, എല്ലാവരും ഒരുപാട് പ്രാവശ്യം എന്നോട് ചോദിച്ച പ്രൊഡക്റ്റ്, ഞാൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്റ്റാണ് ഇനി അടുത്തതായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അതാണ് നാനോ സെറാമിക് റൂഫ് ടൈൽ. ഞാനായിരുന്നു അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. MFP എന്ന് പറയും, നാനോ സെറാമിക് റൂഫ് ടൈൽ. എന്താണ് മെറ്റീരിയൽ എന്ന് ഫസ്റ്റ് നോക്കാം. ഉപയോഗിക്കുന്നത് UPVC ആണ്, അൺപ്ലാസ്റ്റിസൈഡ് പോളി വിനൈൽ ക്ലോറൈഡ് ആണ് ഇതിൻ്റെ ഒറിജിനൽ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അതിൽ കുറച്ച് എന്താ പറയുക നാനോ ഫൈബേഴ്സൊക്കെ ഇട്ടാണ് അത് ഉണ്ടാക്കുന്നത്. ഒരു സ്ക്വയർ ഫീറ്റിലാണ് ആ പ്രോഡക്റ്റ് അവർ ചെയ്തിരുന്നത്. അതിൽ തന്നെ നമ്മൾക്ക് നോർമലി ഉള്ള ടെറാക്കോട്ട മോഡലുകളും അതിൻ്റെ 5 കളർ സീരീസുകളുമുണ്ട്. ഇനി അതല്ലാതെ അതിന് ഗ്ലോസി ഉണ്ട്, പിന്നെ അതല്ലാതെ മാറ്റ് ഫിനിഷും ഉണ്ട്. നോർമലി ഒരു സ്ക്വയർ ഫീറ്റ് ആയിരുന്നു ടൈലിൻ്റെ വലിപ്പം വന്നിരുന്നത്. ടൈല് റേറ്റ് എനിക്ക് തോന്നുന്നു മെറ്റീരിയൽ പ്രൈസൊക്കെ എനിക്ക് ഏതാണ്ട് 180-200 രൂപ വന്നിരുന്നു. അത് വിത്ത് വർക്ക് എന്താ പറയുന്നത് മൊത്തം വർക്കിംഗ് എല്ലാം കഴിയുമ്പോൾ ഏതാണ്ട് 360-400 രൂപ റേറ്റ് വരുന്നൊരു പ്രൊഡക്റ്റാണ് ആക്ച്വലി നാനോ സെറാമിക് റൂഫ് ടൈൽ എന്ന് പറഞ്ഞാൽ. ഞാൻ ടോട്ടൽ പ്രൈസാണ് പറഞ്ഞത്. കാര്യം അന്നത് പറയാനായിട്ട് ചില എന്താ പറയുക ഇവരുടെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. മാത്രമല്ല അന്ന് ആ പ്രൊഡക്റ്റ് എന്താണെന്ന് പറയാനേ അവർ അനുവദിച്ചിരുന്നില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് എന്താണ്, പലരും അത് പ്ലാസ്റ്റിക് പ്രൊഡക്റ്റാണ്, അത് എന്താ പറയുക ചില ടെൻസൈൽ സംഗതികളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അത് പ്ലാസ്റ്റിക് പ്രൊഡക്റ്റ്, അതായത് UPVC പ്രൊഡക്റ്റ് തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. UPVC മെറ്റീരിയലാണ് ആക്ച്വലി നാനോ സെറാമിക് റൂഫ് ടൈൽ. ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എസ്പാനോ സീരീസ്, നമ്മുടെ നോർമലി കിട്ടിയിരിക്കുന്ന ടെറാക്കോട്ടോ കളറിൽ 4-5 കളേഴ്സ്, നോർമൽ സാധാ ഓട് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന കളേഴ്സും നമുക്കതിൽ അവൈലബിൾ ആയിരുന്നു. രണ്ടാമത്തത് അതിന് തന്നെ സ്ലാൻഡിങ് മോഡലും അവർ രണ്ടാമത് ഇറക്കിയിരുന്നു. പിന്നെ 1 സ്ക്വയർ ഫീറ്റ് കൂടാതെ 2.5 സ്ക്വയർ ഫീറ്റിൻ്റെ വലിയ ജയൻറ്റ് സീരീസൊക്കെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഓട് ആയിട്ടായിരുന്നു അത് കൊണ്ടുവന്നിരുന്നത്. പക്ഷേ അത് ഓടുമായിട്ട് ബന്ധമില്ല. അത് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതുപോലെ നാനോ സെറാമിക് റൂഫ് ടൈൽ എന്ന് പറയുമ്പോൾ അതൊരു ക്ലേ പ്രോഡക്റ്റ് അല്ല, UPVC പ്രൊഡക്റ്റ് തന്നെയാണ് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. വെയ്റ്റ് ലെസ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആയിരുന്നു. കാര്യം അതിൻ്റെ തന്നെ 1 സ്ക്വയർ ഫീറ്റിൻ്റെ തന്നെ വെയ്റ്റ് വരുന്നിരുന്നത് 1/2 കിലോയ്ക്ക് താഴെയായിരുന്നു. 2.5 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ടൈലിന് പോലും ഏതാണ്ട് 600 ഗ്രാമോമീറ്റർ മാത്രമായിരുന്നു അതിൻ്റെ വെയിറ്റ് ഉണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ഇൻസ്റ്റലേഷൻ തന്നെ ഭയങ്കര സിമ്പിളാണ്. കാര്യം എന്താ വെച്ചാൽ അത് പെർലിങ്ങിലൊക്കെ ഡയറക്റ്റ് 4 സൈഡിൽ നിന്ന് സ്ക്രൂ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു.
അതുകൊണ്ട് തന്നെ വീട് മൊത്തത്തിൽ പറന്നു പോകുമെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും ഇതിൻ്റെ ഓട് പറന്നു പോകത്തില്ല. ഈ പറഞ്ഞ ബാക്കി എല്ലാ ഓടുകളെയും അപേക്ഷിച്ച് ഒരു കാരണവശാലും ഒരു പറന്നു പോകാത്ത അല്ലെങ്കിൽ ഒരു കാറ്റ് കൊണ്ട് ഇഷ്യൂ വരാത്തൊരു പ്രൊഡക്റ്റാണ്. അത്രത്തോളം സ്ക്രൂയിങ് ആയിരുന്നു 4 സൈഡിൽ നിന്ന് അതിന് വന്നിരുന്നത്. അത്രയും എന്താ പറയുന്നത് ക്വാളിറ്റി ആയിട്ട് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റുന്നൊരു പ്രൊഡക്റ്റായിരുന്നു അത്. അടുത്തത് ഇതിൻ്റെ ഒരു എന്തെങ്കിലും സാധനം ഇതിൻ്റെ മുകളിൽ പതിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ തേങ്ങ വീണാലൊക്കെ എന്ന് പറഞ്ഞാൽ പൊട്ടുമെന്ന് പലരും ചോദിക്കാറുണ്ട്. പറഞ്ഞല്ലോ UPVC ആണ്. സോ അത്രയും മുകളിൽ നിന്നൊക്കെ ഒരു സാധനം വന്ന് കനത്തോടെ പതിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പൊട്ടുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. ഇനി ഇതിൻ്റെ ചൂടിനെക്കുറിച്ച് പലരും ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് കൃത്യമായിട്ട് ചൂടിനെ അബ്സോർവ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. UPVC ഷീറ്റുകളുടെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതിന് ചൂടിനെ അബ്സോർവ് ചെയ്യുന്ന കുറവായിരിക്കും. പോകെ ഇത് ചൂടിനെ നല്ല രീതിയിൽ ആഗിരണം ചെയ്തു തുടങ്ങും. ആ ചൂടിനെ താഴത്തേക്ക് വിട്ടും ഇത് ചെയ്തു തുടങ്ങും. സോ എങ്ങനെ വന്നാലും ഓപ്പൺ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, നമ്മൾ കോൺക്രീറ്റ് സ്ലാബ് ചെയ്യാതെ ഓപ്പൺ ആയിട്ടുള്ള റൂഫാണ് ചെയ്യുന്നതെങ്കിൽ കൃത്യമായിട്ട് ചൂട് ഇതിന് ഉണ്ടാവുന്ന പ്രൊഡക്റ്റാണ്. പക്ഷേ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയുണ്ട്. മഴ സമയത്ത് വെള്ളം വീണ് കഴിഞ്ഞാൽ ഒരല്പം പോലും സൗണ്ട് നമുക്ക് കിട്ടില്ല എന്നൊരു ഗുണവും കൂടെ ഈ ഒരു പ്രൊഡക്റ്റിനുണ്ട്. പിന്നെ അന്ന് പലരും ചോദിച്ചിരുന്നൊരു ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. പലരും ചോദിച്ചിരുന്നതിൻ്റെ കളർ ഫേഡിങ്. ഇതിന് കളർ ഫേഡിങ് വന്നിട്ടുണ്ട്. കാര്യം കോട്ടയത്ത് നമ്മുടെ മണർകാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇത് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. അവിടെ ഞാൻ നിരന്തരം യാത്ര ചെയ്തു പോകുന്നൊരു വഴിയായിരുന്നു. അവിടെ ഒരു സീസൺ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന് കളർ ഫേഡിങ് വന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഇതിന് കളർ ഫേഡിങ് വന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയായിരുന്നു. അന്ന് അവർ കളറിന് ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിച്ചിരുന്നു കളറിന് വാറണ്ടി കൊടുക്കാമോ, അത് പറയേണ്ടതെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് ഞാൻ ഇഷ്യൂ വന്നപ്പോൾ കളർ ഫേഡിങ്ങിന് നമുക്ക് ഗ്യാരണ്ടി തരാമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ എനിക്കത് ക്ലാരിറ്റി ഇല്ല. സോ അത് കളർ ഫേഡിങ് എൻ്റെ അനുഭവത്തിൽ കളർ ഫേഡിങ് നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി കറകൾ വീണ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കറ പിടിക്കും. അതിപ്പോൾ ഏത് സാധനമാണെങ്കിലും കറ പിടിക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ്. ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഓൺ റിസ്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു പ്രൊഡക്റ്റാണ്. ഇതിനെ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ സെറാമിക് അവിടെ യൂസ് ചെയ്യുക. അല്ല എന്തെങ്കിലും സ്റ്റോൺ കോട്ടറൊക്കെ ആ ഒരു ബഡ്ജറ്റ് നിങ്ങൾക്ക് താങ്ങാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യാം. വീണ്ടും പറയട്ടെ, ഇതിൻ്റെ റേറ്റ് ഏതാണ്ട് 350-400 വരിക വിത്ത് ഇൻസ്റ്റാളേഷൻ. എപ്പോഴും റൂഫിങ് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ പറഞ്ഞതൊന്നും പൂർണ്ണമല്ല. കാര്യം ഇതിന് റൂഫിംഗ് ടൈലുകളെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. കൂടാതെ നമുക്ക് റൂഫിംഗ് ഷീറ്റുകളുണ്ട്. അതിൽ അലൂമിനിയം ഷീറ്റ് വരുന്നു, ടെൻ ഷീറ്റ് വരുന്നു, ഇപ്പോൾ UPVC ഷീറ്റ് വരുന്നു. അതിന് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആവശ്യപ്പെടുക, അല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ അതിൻ്റെ ഇതിൻ്റെ കൂടെ ചെയ്ത് ഭയങ്കര ലെങ്തി ആയി പോകും. എനിക്ക് തോന്നുന്നു എല്ലാം ഏകദേശം കവർ ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മറുപടി തരാം. പിന്നെ ഏത് സമയത്തും വിളിക്കാം. അതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ വേണേൽ വിളിക്കാവുന്നതാണ്. സോ ഇതാണ് ആ ടോപ്പിക്ക്. ഞാൻ 6 പ്രൊഡക്റ്റുകളെ കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് കമൻറ്റ് ചെയ്ത് ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോയുമായി. അതുവരെയും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ എൻജിനിയർ.